ഇന്ന് ഞാൻ മുളക് ബജിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനായി ഞാനിവിടെ ഇതുപോലെ മുളക് വാങ്ങിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. 10 രൂപയ്ക്ക് എനിക്ക് 8 മുളക് കിട്ടി. ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് മുളകിന് നല്ല വില കുറവാണ്. നല്ല ഫ്രഷായിട്ട് ഉള്ള മുളക് എനിക്ക് കിട്ടി. ഞാനതിനു വേണ്ടി ഇതുപോലെ മുളക് കഴുകിയെടുത്തതിന് ശേഷം അതൊന്ന് ഇതുപോലെ കീറിയിട്ട് അതിനകത്തെ മുളകിൻ്റെ അരിയൊക്കെ ഒന്ന് എടുത്ത് കളയുന്നുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് കുറച്ച് മസാല ചേർക്കുന്നുണ്ട്. മസാല എന്ന് പറയുമ്പം പൊട്ടറ്റോ മസാല ചേർക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കൂടെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതുപോലെ അഭിപ്രായങ്ങളും അറിയിക്കുക. അതുപോലെ ഞാൻ എല്ലാ മുളകും ഇവിടെ അരി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം 8 മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനു വേണ്ടി 2 ഉരുളക്കിഴങ്ങ്, ഈ വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങിയതിന് ശേഷം നല്ലവണ്ണം ഉടച്ചെടുത്ത് അതിലേക്ക് ഉള്ളി, പിന്നെ മല്ലിയില, പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം മുളക് പൊടി, പിന്നെ മാംഗോ പൗഡറാണ് ഞാനിവിടെ ചേർത്തത്. അതിനോടൊപ്പം തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചാട്ട് മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ മസാലകൾ ചേഞ്ച് ആക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ എനിക്ക് ഗരം മസാല ഇഷ്ടമല്ലാഞ്ഞതുകൊണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മുളകിലേക്ക് ഇത് നിറച്ച് കൊടുക്കാം. ഈ മസാല നിറച്ച് കൊടുത്ത് വെച്ചതിന് ശേഷം എല്ലാ മുളകും മസാല നിറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിന് വേണ്ട ബാറ്റർ റെഡിയാക്കണം. അതിനായി ഞാനിവിടെ ബൗളെടുത്ത് അതിലേക്ക് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1 സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഉപ്പ് ചേർത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് വേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടി ചേർത്ത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ മെയിനായിട്ടുള്ള ഒരു ചേരുവയാണ് അയമോദകം അല്ലെങ്കിൽ അജ്വൈൻ. അതുകൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ബാറ്റർ അധികം ലൂസായി പോകാൻ പാടില്ല. അതുപോലെ നല്ലൊരു തിക്കായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്കിത് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഇനിയും ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ മുളകും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ മുക്കി ഇതുപോലെ വറുത്ത് കോരിയെടുത്ത് നമുക്ക് കഴിക്കാം. നിങ്ങൾ ഇതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ ഉണ്ടാക്കി ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചട്നിയുടെ കൂടെയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക.